ഡൽഹിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന മുൻ ദേശീയ വക്താവും കണ്ണൂരുകാരിയുമായ ഡോക്ടർ ഷമ മുഹമ്മദിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപകാല പുനഃസംഘടനയിൽ പൂർണ്ണമായി തഴയപ്പെട്ടതോടെ പാർട്ടിയിലെ അതൃപ്തി പരസ്യമാക്കിയ ഷമയെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ ബിജെപിയും സിപിഎമ്മും ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പുതിയ പുനഃസംഘടന പ്രത്യേകിച്ച് KPCCയുടെ ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷമ മുഹമ്മദ് നേതൃത്വത്തിലുള്ള തന്റെ കടുത്ത അതൃപ്തി ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചത്. കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന അവരുടെ ഒറ്റവരി ചോദ്യം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് തുല്യമായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന സി രഘുനാഥ് BJPയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് ഡോക്ടർ ഷമ മുഹമ്മദിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമം BJP ആരംഭിച്ചിരിക്കുന്നത്. BJP ദേശീയ നേതൃത്വം ഷമയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓഫറുകൾ വളരെ വലുതാണെന്നാണ് വിവരം. പാർട്ടി ദേശീയ തലത്തിൽ അർഹമായ സ്ഥാനവും ഭരണഘടനാ പദവികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമായി ദീർഘകാലം പ്രവർത്തിച്ച ഷമ മുഹമ്മദിന്റെ രാഷ്ട്രീയ വൈദഗ്ധ്യവും മാധ്യമങ്ങളിലെ പരിജ്ഞാനവും വിദ്യാഭ്യാസ യോഗ്യതയും BJPക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ BJPയുടെ ഈ ആകർഷകമായ ഓഫറുകളോട് ഷമ ഇതുവരെ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. KPCCയുടെ പുതിയ ജംബോ കമ്മിറ്റിയിൽ പോലും ഒരു സ്ഥാനം ലഭിക്കാതെ പോയ സാഹചര്യത്തിൽ ഇനിയും കോൺഗ്രസിൽ തുടരുന്നത് രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാവില്ലെന്ന വിലയിരുത്തലാണ് ഷമ മുഹമ്മദുമായി അടുത്ത കേന്ദ്രങ്ങൾക്കുള്ളത്. പാർട്ടി ദേശീയ വക്താവായി പ്രവർത്തിച്ചിട്ടും രാജ്യസഭാ MP സ്ഥാനമോ മറ്റ് ഉന്നത അംഗീകാരങ്ങളോ ലഭിക്കാതിരുന്നത് അവർ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ ഷമയ്ക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചതോടെയാണ് അവർ കേരളത്തിലേക്ക് സ്വന്തം നാടായ കണ്ണൂരിലേക്ക് മടങ്ങിയത്. ഡൽഹിയിലെ ദേശീയ നേതൃത്വത്തിൽ നിന്നും നേരിട്ട അവഗണനയെ തുടർന്ന് കണ്ണൂരിൽ തിരിച്ചെത്തിയ ഷമയ്ക്ക് അവിടെയും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തളം കൊളുത്തി പട എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. K സുധാകരൻ വിഭാഗത്തിന് ആധിപത്യമുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഷമയ്ക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. ദേശീയ ശ്രദ്ധ നേടിയ ഒരു നേതാവ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അവരുടെ പ്രശസ്തിയെ ഭയപ്പെടുത്തുന്ന ചില പ്രാദേശിക നേതാക്കളുടെ വേവലാതിക്ക് കാരണമായി. ഇവർ ഷമയെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു. K സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറിയിട്ടും ഈ സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടായില്ല. BJPക്ക് പുറമെ CPMും ഡോക്ടർ ഷമ മുഹമ്മദിനെ പാളയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനകളും ശക്തമാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പരിജ്ഞാനമുള്ള ഒരു വനിതാ നേതാവ് തങ്ങളുടെ കൂടെ ചേരുന്നത് CPM തന്ത്രപരമായി മുതലെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ CPM ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും ഷമയുടെ വർദ്ധിച്ച അതൃപ്തിയാണ് ഇരു പാർട്ടികൾക്ക് മുതലെടുക്കാൻ ശ്രമിക്കുന്ന പ്രധാന ഘടകം. കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുമ്പോഴും ഷമയുടെ ഭാഗത്തു നിന്നുള്ള പരസ്യമായ പ്രതികരണം തന്നെയാണ് ഇനി നിർണായകം. സംസ്ഥാന നേതൃത്വം ഒറ്റ പദവി മാനദണ്ഡം പോലും എടുത്തുമാറ്റി പല നേതാക്കൾക്കും ചുമതലകൾ നൽകിയപ്പോഴും ഡൽഹിയിൽ പ്രവർത്തിച്ച ഷമ മുഹമ്മദിനെ പരിഗണിക്കാതിരുന്നത് അവരെ ഏറെ ചൊടിപ്പിച്ചു. കഴിവുള്ളവരെ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്ന് ഈ സംഭവം തെളിയിക്കുന്നുവെന്നും അവർക്ക് വേണ്ടി വാദിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷമ കണ്ണൂരിൽ നിന്നും മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. കേരളത്തിൽ സജീവമായി ഇടപെടുന്നില്ലെന്നതായിരുന്നു പ്രധാന തിരിച്ചടി. അന്ന് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരുന്നപ്പോൾ പുനഃസംഘടനയിൽ ഉറപ്പായും ഇടം നൽകുമെന്ന നേതൃത്വം വാക്ക് നൽകിയിരുന്നു. നിലവിൽ കണ്ണൂരിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഷമ മുഹമ്മദ് സജീവമാണ്. താഴെ തട്ടിലുള്ള ജനങ്ങളുമായി അവർക്ക് മികച്ച ബന്ധമുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും സംസ്ഥാന നേതൃത്വം അർഹിക്കുന്ന അംഗീകാരം നൽകിയില്ലെന്ന വികാരമാണ് അവരെ അലട്ടുന്നത്. ഒരു ദേശീയ വക്താവിനെ തഴഞ്ഞതിലൂടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യം പാർട്ടിയിലെ വലിയൊരു വിഭാഗം അണികൾക്കിടയിലും ഉയരുന്നുണ്ട്. ഷമയുടെ മൗനം തുടരുന്നിടത്തോളം കാലം രാഷ്ട്രീയ കേരളം ഈ ചർച്ചകൾ തുടരും. ഡോക്ടർ ഷമ മുഹമ്മദ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് കണ്ണൂർ രാഷ്ട്രീയത്തിലും കേരളത്തിലെ കോൺഗ്രസ് BJP പാർട്ടികളുടെ ഭാവി നീക്കങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കോൺഗ്രസിൽ തുടരുമോ അതോ BJPയിലോ CPMലോ ചേക്കേറി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയ അധ്യായം കുറിക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം.